ഗതി കിട്ടാത്ത ആത്മാക്കൾ അലയുന്ന മനോഹരമായ ഈ മുറിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മളെ മലപ്പുറത്തും മറൈൻ മിറാക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംഭവം ഇത് 4 മണിക്ക് തുറക്കുന്നതാണ്. എൻ്റെ പോലെ 3 മണിക്ക് വരുന്നവർക്ക് ഇതാ ഇതേപോലെ കാലിച്ചപ്പോൾ കാണാൻ പറ്റും. ഞാൻ മെയിനായിട്ട് വന്നത് ഇതാ ഇയാളെ കാണാൻ വേണ്ടിയിട്ടാ. ഇത് എന്ത് പറഞ്ഞാലും 100 രൂപയ്ക്ക് എല്ലാവർക്കും വേർത്തായിരിക്കും. അത് മാത്രമല്ല 4 വയസ്സിന് താഴെയുള്ളവർക്ക് ഫീ കൊടുക്കും വേണ്ടട്ടാ. ഇവിടെ നമ്മൾ കാണാത്ത പലതിനും ജീവികളൊക്കെ ഉണ്ട് കേട്ടാ. ഈ എക്സ്പോന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താ പറഞ്ഞാൽ റോബോട്ട് ഷോയും മെർമെയ്ഡ് ഷോയും ഉണ്ടാവും. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ജനുവരി 16 മുതൽ ഫെബ്രുവരി 15 വരെ 4 മണി മുതൽ 10 മണി വരെയാണ് കേട്ടോ. പിന്നെ ഞാൻ അത് പ്രൊമോഷൻ ആയിട്ടല്ല ചെയ്യുന്നത്, അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ഞാൻ പറയാണ്. എനിക്ക് പിന്നെ മീനുകളോടും ജീവികളോടൊക്കെ മുഹബത്ത് ഉണ്ടായിരുന്നു. തന്നെ ഓരോ നോക്കി നോക്കി സമയം പോയത് നമ്മൾ അറിഞ്ഞില്ലട്ടാ. അതിലൊരു ആലപ്പയം ഉണ്ടെങ്കിൽ അതിന്റെ നീളം നോക്കി നോക്കി എന്റെ സമയമാണ് 3/4 മണിക്കൂറാണ് പോയി. എന്തായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ആമനൊക്കെ പോയി വീടെടുത്ത ഇന്നമാണ് സംഭവിച്ചാണ്. ഓനൊക്കെ ആണെങ്കിൽ സ്റ്റാച്ചുവിനെ പോലെ അവിടെ നിന്ന് ആ വിഷമം തീർപ്പിക്കാൻ വേണ്ടി വേറെ ഒരാൾ നീന്തിണ്ടെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ക്യാമറ മുന്നിൽ കൂടി നീന്തി പോകണ്ടേനിട്ടാ. ഈ നേരത്തെ ഇവനെ പെരി കണ്ടില്ലെങ്കിൽ നമ്മൾ പെരിന്ന് ഒരു ഓട്ടേക്കരും. എന്തായാലും അവിടെ മീനിന്റെ കളക്ഷൻ ഉണ്ടെന്ന് തന്നെ പറയട്ടാ. അങ്ങനെ നടന്നാണ് നമ്മളൊരു പാതി എത്തിയപ്പോ നമ്മൾ കാണാൻ വന്ന ആളെ കിട്ടി. സംഭവം ആളെ ഫിലിപ്പീൻസ് നാട്ടെ കൊണ്ടുണ്ട്. അത്രയും ദൂരത്തുനിന്ന് വന്ന ഒരാളെ കാണാതെ പോയി പറഞ്ഞാൽ ഏതൊരാൾക്ക് നഷ്ടം തന്നെ. പിന്നെ മെർമെയ്ഡിന് ചാറ്റിങ് കൊടുത്ത് നമ്മൾ അടുത്ത താരത്തിനെ കാണാൻ പോയി. പ്രശ്നം ആ സങ്കടം തീർക്കാൻ വേണ്ടിട്ട് ആളെ ഞാൻ കുറച്ചു നേരൊക്കെ തല്ലോടി ആൾക്ക് കയ്യിൽ നിന്ന് ആള് ഞാൻ പോണ് വരെ വെയിറ്റ് ചെയ്തിരിക്കണിട്ടാ. പിന്നെ കൊച്ചിനെ ബാഗൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു മഞ്ഞ കുപ്പായിട്ട് സാധനം എന്താ നോക്കുമ്പോൾ മനസ്സിലായത് ഇത് റോബോട്ട്. എന്നാൽ അത് റോബോട്ടല്ല, സത്യം പറഞ്ഞത് ലെജൻസിനെ മാത്രം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ലെജൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരും. പിന്നെ കുറച്ച് ചിലപ്പോൾ ആള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കണക്കൊരു കയ്യും തന്നു. സത്യം പറഞ്ഞാൽ അതിന്റെ പൊലിവിൽ തന്നെ അന്ന് മൊത്തം. പിന്നെ കുറച്ചപ്പോൾ ആളെ ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസും കണ്ട് നമ്മൾ ബാക്ക് തിന്നോക്കുമ്പോൾ എന്തൊക്കെയോ ഒന്ന് തിളങ്കിണ് എന്താ നോക്കുമ്പോൾ അവന് മനസ്സിലായത് അത് ആനിമേഷൻ ആണെന്ന്. ഇക്കാണുന്ന ഈ ഓറഞ്ച് സാധനമാണ് എന്തോ ഒരു റോബോട്ട്. പിന്നെ നമ്മൾ അവിടെ ആ സെക്ഷനിൽ നിന്ന് ഇറങ്ങിയപ്പണ്ട് കണ്ടത് കുറെ സ്റ്റാളുകളാണ്. സ്റ്റാൾ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി സ്റ്റാളിന്റെ പ്രത്യേക ആയിട്ടുള്ള കാര്യം എന്താ പറഞ്ഞാല് അവിടെ ഓൾഡ് ഈസ് ഗോൾഡ് ആണ് മെയിൻ തിയറി എന്ന് തന്നെ പറയാം. കാരണം എന്താ പറഞ്ഞാല് അവിടെ ഉള്ളത് പഴയ കാലത്തെ മിഠായികളാണ്, പിന്നെ സ്റ്റേഷനറീസ്, പിന്നെ നമ്മളെ ഈ എക്സ്പോ മോതിരം ഉണ്ടല്ലോ, അങ്ങനെ ചിരട്ട മോതിരം, പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ വരും. എന്തായാലും പേടില്ലാത്തവർക്ക് കയറാൻ പറ്റിയ പക്കാ സ്പോട്ടാണ് ഈ ഗോസ്റ്റ് ഹൗസ്. ഫുഡിന്റെ സെക്ഷനിൽ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടുന്ന് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. കുറേയൊക്കെ നടന്നല്ലേ വെച്ചിട്ട് ഒരു സ്ട്രോബെറി ഐസ്ക്രീമും പൊട്ടാറ്റോ ട്വിസ്റ്ററും പിന്നെ എന്തോ ഒരു സർബത്ത് സോഡ എന്താ സാധനം, പിന്നെ ചായയും കുടിച്ച് നമ്മൾ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഈ സെക്ഷൻ നമ്മുടെ എന്റർടൈൻമെന്റ് സെക്ഷൻ തന്നെ പറയാം. പിന്നെ നമുക്ക് 1 കിലോ ധൈര്യം ഉണ്ടായോണ്ട് നമ്മൾ പിന്നെ കയറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ട് ഞാൻ അതിന് ആദ്യം ധൈര്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കയറിയില്ല. പിന്നെ കുറച്ച് നേരപ്പോൾ അവിടെ എന്തൊക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പാട്ടും കൂടി കേട്ട് നമ്മൾ അവിടെ ഇറങ്ങി.